നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമ്മൾ ഗുഡ് വില്ലിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. ആദ്യം ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വിജയ് ആൻഡ് സഞ്ജയ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. വിജയും സഞ്ജയും പാർട്ട്നേഴ്സാണ്. അവരുടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. They decided to admit Ajay into partnership with 1/4 share of profit. അജയ് അവരെന്ത് ചെയ്യുന്നു? പാർട്ട്ണർഷിപ്പിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അജയ്ക്ക് നൽകുന്നത് 1/4 പ്രോഫിറ്റ് ആണ്. അപ്പോൾ അജയ് ആണ് ന്യൂ പാർട്ട്ണറുടെ ഷെയർ 1/4 ആണ്. അജയ് ബ്രിങ്സ് ഇൻ ₹30,000 ഫോർ ക്യാപിറ്റൽ. അജയ് 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദ റിക്വസിറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം ഇൻ ക്യാഷ്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള തുക പ്രീമിയമും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എത്രയാണ് തുക കൊണ്ടുവരുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ല. റിക്വസിറ്റ് എമൗണ്ട് ഇൻ ക്യാഷ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എത്രയാണ് തുക കൊണ്ടുവരുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അജയ് എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്? 30,000 രൂപ ക്യാപിറ്റലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തുക പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. ആ തുക എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കത് കണ്ടെത്തേണ്ടി വരും. ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹20,000. ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വിൽ 20,000 രൂപയാണ്. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് 2:1:1. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:1 ആണ്. വിജയ് ആൻഡ് സഞ്ജയ് വിഡ്രോ ദ ഷെയർ ഓഫ് ഗുഡ് വിൽ. വിജയും സഞ്ജയ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് പങ്കിട്ട് കൊടുക്കുന്ന ഗുഡ് വിൽ അവർ വിഡ്രോ ചെയ്യുന്നുണ്ട്. ഗിവ് നെസസറി ജേണൽ എൻട്രീസ്. ആവശ്യമുള്ള ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഗുഡ് വില്ല് പ്രീമിയം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രീമിയം മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം 2 മെത്തേഡുണ്ട്. ക്യാഷ് കൊണ്ടുവരികയാണെങ്കിൽ പ്രീമിയം മെത്തേഡും ക്യാഷ് കൊണ്ടുവരുന്നില്ലെങ്കിൽ റീവാലുവേഷൻ മെത്തേഡും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയതും പ്രീമിയം മെത്തേഡ് തന്നെയായിരുന്നു. ഇതും ക്യാഷ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലും പ്രീമിയം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രീമിയം മെത്തേഡിൽ ചെയ്യുന്നത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി എഴുതണം. ഇപ്പോൾ പ്രീമിയം കൊണ്ടുവരുന്നതിൻ്റെ എൻട്രി എഴുതണം. ആ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഡിവൈഡ് ചെയ്ത് കൊടുത്ത പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ തന്നെ സൂക്ഷിക്കാം. ബിസിനസ്സിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് എന്നാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. അതല്ല അവർ പിൻവലിക്കുകയാണെങ്കിൽ പിൻവലിക്കുന്നതിൻ്റെ എൻട്രിയും കൂടി എഴുതണം. അപ്പോൾ ഇവിടെ പിൻവലിക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് പിൻവലിക്കുന്നതിൻ്റെ എൻട്രി. അപ്പോൾ നമുക്ക് 4 എൻട്രിയാണ് എഴുതേണ്ടി വരിക. ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിൻ്റെ എൻട്രി, പ്രീമിയം കൊണ്ടുവരുന്നതിൻ്റെ എൻട്രി, പ്രീമിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ എൻട്രി, അതേപോലെ തന്നെ അത് പിൻവലിക്കുന്നതിൻ്റെ എൻട്രി. അപ്പോൾ ഇതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്കിവിടെ എന്തെല്ലാമാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം നമുക്ക് ആദ്യം ആവശ്യമുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിജയ് സഞ്ജയ് ഓൾഡ് പാർട്ട്നേഴ്സാണ്, അത് മാർക്ക് ചെയ്തു. ഓൾഡ് റേഷ്യോ 3:2 അത് മാർക്ക് ചെയ്യുക. അജയ് ആണ് ന്യൂ പാർട്ട്ണർ. അജയുടെ ഷെയർ 1/4 ആണ്. 30,000 രൂപ ക്യാപിറ്റലും പിന്നെ ആവശ്യമുള്ള എമൗണ്ട് ഗുഡ് വില്ലും കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഗുഡ് വിൽ 20,000 രൂപയാണ്. ഈ ഗുഡ് വിൽ മുഴുവനായിട്ടും പുതിയ പാർട്ട്ണർ കൊണ്ടുവരേണ്ട. ടോട്ടൽ ഗുഡ് വില്ലാണ് 20,000. അതിൽ നിന്നും പുതിയ പാർട്ട്ണറുടെ ഷെയർ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. പുതിയ റേഷ്യോ 2:1:1. അപ്പോൾ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യം സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഇവിടെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ളത് പ്രീമിയം മെത്തേഡിൽ നമുക്ക് ആവശ്യമുള്ളത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. പക്ഷേ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയുമാണ്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് നോട്ട് ചെയ്യേണ്ടത് വിഡ്രോ ദ ഷെയർ ഓഫ് ഗുഡ് വിൽ. ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്ത് എഴുതാം. ഓൾഡ് പാർട്ട്നേഴ്സ് വിജയും സഞ്ജയ് ആണ്. ഓൾഡ് റേഷ്യോ 3:2 ആണ്. ന്യൂ പാർട്ട്ണർ അജയ് ആണ്. അജയുടെ ഷെയർ 1/4. ന്യൂ റേഷ്യോ 2:1:1. അജയ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് 30,000 രൂപ. ഗുഡ് വില്ല് ഓഫ് ദ ഫേം 20,000 രൂപ. അപ്പോൾ ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വിൽ 20,000 എന്ന് പറഞ്ഞു. അതിൽ അജയുടെ പോർഷൻ അജയ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അജയുടെ ഷെയർ 1/4 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഗുഡ് വില്ല് അജയുടെ ഷെയർ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഷെയറാണ് അജയ് പ്രീമിയമായിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ടോട്ടൽ ഗുഡ് വിൽ 20,000 ഇൻറ്റു അജയുടെ ഷെയർ 1/4.
മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതായിരിക്കും അജയുടെ ഷെയർ ഓഫ് പ്രീമിയം. നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം? അജയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് ഈക്വൽ ടു ടോട്ടൽ ഗുഡ് വിൽ 20,000 ഇൻറ്റു 1/4 5,000. ഈ 5,000 ആണ് അജയ് കൊണ്ടുവരേണ്ടത്. റിക്വയർഡ് എമൗണ്ട് അജയ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിക്വയർഡ് എമൗണ്ട് 5,000 ആണ്. ഈ 5,000 സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്, സാക്രിഫൈസിങ് റേഷ്യോ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നു കഴിഞ്ഞാൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള വഴി നമുക്കറിയാം. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ നമുക്ക് ആദ്യം വിജയുടെയും സാക്രിഫൈസ് കണ്ടുപിടിക്കണം, പിന്നെ സഞ്ജയുടെ സാക്രിഫൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ആണ് സാക്രിഫൈസ്. വിജയുടെ ഓൾഡ് ഷെയർ 3/5, ന്യൂ ഷെയർ 2/4, 2:1:1 ഉള്ള റേഷ്യോയിൽ ന്യൂ ഷെയർ 2/4 ആണ്. അപ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കണം. അപ്പോൾ പരസ്പരം ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 3/5 4 കൊണ്ടും 2/4 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 10/20 12/20 മൈനസ് 10/20. 12 മൈനസ് 10 2/20. വിജയുടെ സാക്രിഫൈസ് കിട്ടി. സഞ്ജയുടെ സാക്രിഫൈസ് ഓൾഡ് ഷെയർ 2/5 ആണ്, ന്യൂ ഷെയർ 1/4. അപ്പോൾ വീണ്ടും ഡിനോമിനേറ്റേഴ്സ് വ്യത്യാസമുള്ളതുകൊണ്ട് പരസ്പരം ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2/5 4 കൊണ്ടും 1/4 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 8/20 മൈനസ് 5/20 കിട്ടി. 3/20 ആണ് സഞ്ജയുടെ ഷെയർ. ഇപ്പോൾ രണ്ട് ഡിനോമിനേറ്ററും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് റേഷ്യോ എഴുതാം. സാക്രിഫൈസിങ് റേഷ്യോ 2:3. അപ്പോൾ നമ്മൾ അജയ് കൊണ്ടുവരുന്ന 5,000 രൂപ അയാളുടെ ഷെയർ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സായിട്ടുള്ള വിജയ് ആൻഡ് സഞ്ജയ് ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 2:3 എന്നുള്ള റേഷ്യോയിലാണ്. ഈ റേഷ്യോയിലാണ് ഈ 5,000 നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എത്ര ഡിവൈഡ് ചെയ്യാന്നുള്ളത് നമുക്ക് ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ജേണൽ വരയ്ക്കാം. ജേണൽ വരച്ച് കഴിഞ്ഞാൽ ജേണൽ വരയ്ക്കുക. നമുക്കിവിടെ 4 എൻട്രി എഴുതാനുണ്ടാവും. ആ എൻട്രി എഴുതാനുള്ള ജേണൽ നമ്മൾ വരച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാമാണ് എൻട്രികൾ എഴുതേണ്ടതെന്നുള്ളത്. 4 എൻട്രികളാണ് എഴുതേണ്ടത്. ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിൻ്റെ എൻട്രി, പ്രീമിയം കൊണ്ടുവരുന്നതിൻ്റെ എൻട്രി, പ്രീമിയം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ എൻട്രി, ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പ്രീമിയം പിൻവലിക്കുന്നതിൻ്റെ എൻട്രി. ഇങ്ങനെ 4 എൻട്രിയാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരാൻ അതിൻ്റെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതായത് ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അജയ്സ് ക്യാപിറ്റൽ എന്നാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിൻ്റെ എൻട്രി. എമൗണ്ട് 30,000 ആണ്. നരേഷൻ അജയ് ബ്രിങ്സ് ക്യാപിറ്റൽ. ഇനി പ്രീമിയം കൊണ്ടുവരുന്ന സമയത്ത് ക്യാപിറ്റലിന് പകരം പ്രീമിയം എന്നാണ് എഴുതുക. അപ്പോൾ എൻട്രി എന്തായിട്ട് മാറും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രീമിയം എന്നാവും. എമൗണ്ട് 5,000. അപ്പോൾ അടുത്ത എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രീമിയം, എമൗണ്ട് 5,000. നരേഷൻ അജയ് ബ്രിങ്സ് പ്രീമിയം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അതേ ജേണൽ എൻട്രീസ് തന്നെയാണ്. ഇനി ഈ പ്രീമിയം നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സ് ഡിവൈഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻട്രി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നായിരിക്കും. ഇവിടെ 2 പേരാണ് ഓൾഡ് പാർട്ട്നേഴ്സ് ഉള്ളത്. അപ്പോൾ അവരുടെ എഴുതി കഴിഞ്ഞാൽ എൻട്രി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സഞ്ജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. വിജയ്ക്ക് കിട്ടുന്നത് പ്രീമിയം എമൗണ്ട് 5,000 രൂപയാണ്. 5,000 രൂപ നമ്മൾ 2:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5,000 രൂപ നമ്മൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. അതിന് 2:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വിജയ്ക്ക് കിട്ടുന്നത് 5,000 ഇൻറ്റു 2/5, സഞ്ജയ്ക്ക് കിട്ടുന്നത് 5,000 ഇൻറ്റു 3/5. ഈ 2 എമൗണ്ട് കണ്ടുപിടിച്ച് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എമൗണ്ട് കിട്ടുന്നത് 2,000 രൂപയും 3,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിൻ്റെ എൻട്രി, പ്രീമിയം കൊണ്ടുവരുന്നതിൻ്റെ എൻട്രി, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ എൻട്രി. ഇനി അത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ദെയർ ഷെയർ ഓഫ് പ്രീമിയം. പ്രീമിയം അവർ പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ പിൻവലിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ സഞ്ജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. വിജയ് പിൻവലിക്കുന്ന അയാൾക്ക് കിട്ടിയ 2,000 രൂപ, സഞ്ജയ് പിൻവലിക്കുന്നത് 3,000 രൂപ. ടോട്ടൽ പ്രീമിയം 5,000 രൂപ അവർ പിൻവലിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ എൻട്രി വരിക. അപ്പോൾ സാധാരണ നമുക്കൊരു ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ നമുക്ക് തരിക.
നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഷെയർ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല തന്നിരിക്കുന്നത്, ടോട്ടൽ ഗുഡ് വില്ലാണ് തന്നത്. അപ്പോൾ ടോട്ടൽ ഗുഡ് വിൽ തരികയാണെങ്കിൽ പുതിയ പാർട്ട്ണറുടെ ഷെയർ നമ്മൾ കണ്ടെത്തണം. ഈ ഒരു വ്യത്യാസമാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 3 സിറ്റുവേഷൻ നോക്കിയിരുന്നു. അവർ പിൻവലിക്കുന്നില്ല എങ്കിൽ, ഫുള്ളായിട്ടുള്ള എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ, പകുതി മാത്രം പിൻവലിക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഫുള്ളായിട്ടുള്ള എമൗണ്ട് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് എൻട്രീസ് മാത്രമേ നമ്മളിവിടെ എഴുതിയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് നമ്മളെങ്ങനെയാണ് ചെയ്തതെന്നുള്ള പ്രൊസീജിയർ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക.